السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله. പ്രിയരെ, ضاد എന്ന അക്ഷരം അറബി ഭാഷയിൽ മാത്രമുള്ള ഒരു അക്ഷരമാണ്. ലുഗത്തു ضاد, ضادന്റെ ഭാഷ എന്നു തന്നെ അറബി ഭാഷയ്ക്ക് പേര് പറയാറുണ്ട്. എന്നാൽ നാം പലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ضاد എന്ന അക്ഷരം വരുന്ന വാക്കുകളിൽ അതിൻ്റെ ഉച്ചാരണം ശരിയായിട്ടല്ല നമ്മൾ പാരായണം ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ഭാഗം വലദ്ദാല്ലീൻ എന്ന് പറയേണ്ടടുത്ത് നാം പലപ്പോഴും വലല്ലാല്ലീൻ എന്നാണ് പറയാറുള്ളത്. എന്നാൽ അവിടെ ദ്വാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഒരു വശം ആ വശത്തോട് നേരെ ചേർന്നിരിക്കുന്ന അണപ്പല്ലിൻ്റെ ഉൾഭാഗത്തേക്ക് ചേർത്തിക്കൊണ്ടാണ്. നാവിൻ്റെ വലതുവശമാണെങ്കിൽ ആ വലതുവശം വലത്തെ അണപ്പല്ലിൻ്റെ ഉൾഭാഗത്തേക്ക് ചേർത്തിക്കൊണ്ടാണ് പറയേണ്ടത്. അതല്ല ഇടതുവശമാണെങ്കിൽ ആ ഇടതുവശം ഇടത്തെ അണപ്പല്ലിൻ്റെ ഉൾഭാഗത്തോട് ചേർത്തിക്കൊണ്ടാണ് പറയേണ്ടത്. അതുമല്ല എങ്കിൽ രണ്ടു വശവും ചേർത്തിക്കൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. അതല്ലാതെ മുൻഭാഗത്തെ പ്രസ് ചെയ്തുകൊണ്ട് മുൻപല്ലിൻ്റെ അടിയിൽ നാക്ക് വെച്ച് കൊണ്ടൊന്നുമല്ല ദ്വാദ് ഉച്ചരിക്കേണ്ടത്. മറിച്ച് ഇപ്രകാരമാണ് ദ്വാദ് ഉച്ചരിക്കേണ്ടത്: ദ്വാദ് വലദ്ദാല്ലീൻ. ഇനി ഓതുമ്പോൾ ഇപ്രകാരം ഓതാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും.